നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. CITU പ്രവർത്തകർ കളക്ടറേറ്റ് ഉപരോധിച്ചു. പെർമിറ്റ് പുതുക്കി നൽകാത്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജൂൺ 11 മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. വേനൽ അവധിക്കാലത്തിന് വിട. ഇനി പഠനത്തിന്റെ നാളുകൾ. സ്കൂളുകൾ പ്രവേശനോത്സവത്തിന് ഒരുങ്ങി. വൈദ്യുതി മേഖലയിൽ വികസനമെത്തിച്ച മാവുങ്കാൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ നായർ വിരമിച്ചു. ഉണ്ണികൃഷ്ണൻ നായർക്ക് സമുചിതമായ യാത്രയയപ്പ്. അവധിക്കാലത്ത് ചിത്രരാജ് തീർത്തത് ചാരുതയാർന്ന ശില്പങ്ങൾ. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ ഉത്സവ ദിനാഘോഷം തുടങ്ങി. പുതുമ നിയോജക മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിനായി വിഷൻ 2030 ശില്പശാല ഒരുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. CITU പ്രവർത്തകർ കളക്ടറേറ്റ് വളഞ്ഞു. ജില്ലാ ഭരണം നിശ്ചലമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധ സമരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് CITU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചത്. നേരത്തെ കളക്ടറേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. നല്ല ദിനങ്ങൾ വരുമെന്നോദിയ മോഡിക്കല്ലേ നല്ല ദിനങ്ങൾ. വർഷം ഒന്ന് തികഞ്ഞൊരു നേരം തൊഴിലും കൂലിയും ഇല്ലാതെ തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞു, ഈ കുറിക്കുന്ന നയമെന്ന് പറയുന്നത് രാജ്യത്ത് തൊഴിൽ നൽകുന്നതോ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതോ അല്ല. അത് വെറുതെ പറയുകയായിരുന്നില്ല. നമ്മളന്ന് പറഞ്ഞു, അതിനു മുമ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ പുതിയ നയം രാജ്യത്ത് ഭരണകൂടം നടപ്പിലാക്കിയതിന്റെ ഫലമായി തെരുവിൽ പാത്രമെടുത്ത് ഭിക്ഷയാചിക്കുന്നിടത്തേക്ക് വരെ സമരങ്ങൾ എത്തിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് അതേ നയം സ്വീകരിച്ചു തുടങ്ങിയത്. അതൊരിക്കലും രാജ്യത്തെയോ ജനങ്ങളെയോ മുന്നോട്ട് നയിക്കുന്നതല്ല, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി ലാഭം കുന്നുകൂട്ടാനും രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കാനും സാമ്രാജ്യത്വത്തിന് രാജ്യത്തിന്റെ വിഭവങ്ങൾ വീണ്ടും കൈയടക്കാനുമുള്ള നീക്കമാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K. കുഞ്ഞിരാമൻ MLA, CPM ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, LDF ജില്ലാ കൺവീനർ P. രാഘവൻ, M. രാജഗോപാലൻ, CH കുഞ്ഞമ്പു, VK രാജൻ, CITU ജില്ലാ സെക്രട്ടറി TK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിലകയറ്റം തടയുക, തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, രാഷ്ട്രസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന നടപടി തിരുത്തുക, പരമ്പരാഗത അസംഘടിത മേഖലാ തൊഴിലാളികളെ തകർക്കുന്ന നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാന വ്യാപകമായി CITUവിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ 9 ഗേറ്റുകളും CITU പ്രവർത്തകർ ഉപരോധിച്ചു. ഗേറ്റുകൾക്ക് മുമ്പിൽ സമാന്തര പൊതുയോഗങ്ങളും നടന്നു. ജൂൺ 11 മുതൽ നടക്കുന്ന അനിശ്ചിതകാല ബസ് സമരം വിജയിപ്പിക്കാൻ തീരുമാനം. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗമാണ് സമരം വിജയിപ്പിക്കാൻ തീരുമാനമെടുത്തത്. സംസ്ഥാനത്ത് നിലവിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് നടക്കുന്നത്. ജൂൺ 4 സെക്രട്ടേറിയറ്റ് ഉപരോധവും നടക്കും. സ്വകാര്യ ബസ് ഉടമകളെ സർക്കാർ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്ന് ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗം ആരോപിച്ചു. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ മുഴുവൻ ബസ് ഉടമകളും അണിനിരക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. ബസ് ഉടമകളുടെ മക്കളിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു.
വിജയികൾക്ക് ജില്ലാ സെക്രട്ടറി സത്യൻ പൂച്ചക്കാട്, ഹൊസ്ദുർഗ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ബി ബാലകൃഷ്ണൻ എന്നിവർ ഉപഹാരം നൽകി. എ വി പ്രദീപ് അധ്യക്ഷനായി. ടി പി കണ്ടക്കോരൻ, ഹസൈനാർ, വി എം ശ്രീപതി, പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ദേശസാൽകൃത റൂട്ടുകളിൽ നിന്ന് സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ജൂൺ 11 സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തുമെന്ന് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഉൾപ്രദേശങ്ങളിൽ വാഹന സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് മയക്ക റോഡിൽ കൂടി ബസ് സർവീസ് നടത്തി ജനങ്ങൾക്ക് സേവനം ചെയ്ത് അപ്രദേശങ്ങളെ ജനവാസ കേന്ദ്രങ്ങളാക്കുവാനും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനും സ്വകാര്യ ബസ് സർവീസ് നൽകിയ സേവനം മഹത്തരമായിരുന്നു. ഇന്ന് അത്തരം പ്രദേശങ്ങൾ നല്ല റോഡുകൾ ഉള്ള പ്രദേശങ്ങളായി മാറിയപ്പോൾ KSRTC ബസ്സുകൾ സ്വകാര്യ ബസ്സുകളുടെ മുമ്പിലും പിറകിലുമായി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. മുമ്പ് സംസ്ഥാനത്ത് 90% സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നത്. 1939 മോട്ടോർ വാഹന നിയമപ്രകാരം സംസ്ഥാനത്തെ ഏതൊരു റൂട്ടും നോട്ടിഫിക്കേഷനിലൂടെ ഏറ്റെടുക്കാമെന്ന അധികാരം ഉപയോഗിച്ചാണ് 60 വർഷത്തിലധികം സർവീസ് നടത്തിവരുന്ന സ്വകാര്യ ബസ്സുകളെ പെട്ടെന്ന് ഒഴിവാക്കുന്നതെന്നും ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ട് ചന്ദ്രഗിരി വഴി ദേശസാൽക്കരിച്ച് KSRTCക്ക് മാത്രമാക്കി നൽകി. എന്നാൽ ആ റൂട്ടിൽ ആവശ്യത്തിന് ബസ് ഇടാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വളരെയേറെയാണ്. കാസർഗോഡ് കണ്ണൂർ റൂട്ട് നോട്ടിഫൈ ചെയ്ത് ദീർഘകാലം സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കാനും ശ്രമിച്ചു. പല സ്വകാര്യ ബസ്സുകളും പ്രസ്തുത റൂട്ടിൽ കോടതി വിധിയുടെ ബലത്തിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് തലപ്പാടി റൂട്ട് നോട്ടിഫൈ ചെയ്തുകൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. തലപ്പാടി കാസർഗോഡ് റൂട്ടിൽ 2 മിനിറ്റ് ഇടവിട്ട് സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തുന്നുണ്ട്. ജനങ്ങൾക്ക് യാതൊരുവിധ യാത്രാ പ്രശ്നങ്ങളും ഇവിടെയില്ല. ജില്ലയിലെ 70% വിദ്യാർത്ഥികളും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നതെന്നും എന്നാൽ സ്വകാര്യ ബസ്സുകളെ തകർക്കാനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്നും യോഗം വിലയിരുത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പ്രകാശ് ബാബുവിനും മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ TJ തങ്കച്ചനും യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് K ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. CA മുഹമ്മദ് കുഞ്ഞി, ശങ്കരനായക്, PA മുഹമ്മദ് കുഞ്ഞി, താരാനാഥ് മധൂർ, NM ഹസൈനാർ, KN ബാലകൃഷ്ണൻ, MA അബ്ദുള്ള, KK തമ്പാൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ 2030 ഉദുമ നിയോജക മണ്ഡല വികസന സെമിനാർ 2 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഉദുമ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് വിഷൻ 2030 സംഘടിപ്പിക്കുന്നത്. പള്ളിക്കര ബേക്കൽ ബീച്ച് പാർക്കിൽ ജൂൺ 2 വികസന സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളുടെ സംയോജന സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. എല്ലാ മേഖലയിൽ നിന്നും ഇത് വിജയിപ്പിക്കുന്ന ആവശ്യമായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലയുടെ സഹകരണത്തോടുകൂടിയാണ് വിഷൻ 2030 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന സെമിനാർ ആരംഭിച്ചിരിക്കുന്നത്. വികസന സെമിനാർ P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ശില്പശാലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ TK സുധാകരൻ, PK അബ്ദുള്ള, അജയൻ പനയാൽ, കുന്നുച്ചി കുഞ്ഞിരാമൻ, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, സുകുമാരൻ പൂച്ചക്കാട്, E നാരായണൻ, PK ഹാരിസ് തൊട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി മേഖലയിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ KS ഉണ്ണികൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ്. വിരമിച്ചത് നാടിന്റെ മനസ്സറിഞ്ഞ എഞ്ചിനീയർ. നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും ഉപഭോക്താക്കളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയും KS ഉണ്ണികൃഷ്ണൻ നായർ സേവനത്തിന്റെ 26 വർഷങ്ങളാണ് പൂർത്തിയാക്കിയത്. ജോയിന്റ് ഡെപ്യൂട്ടി ഓവർസിയറായി ആലുവ സബ്സ്റ്റേഷനിലായിരുന്നു തുടക്കം. പിന്നീട് ഇടമലയാർ സബ്സ്റ്റേഷൻ, കുണ്ടറ സെക്ഷൻ, കാഞ്ഞങ്ങാട്, ചിത്താരി സെക്ഷനുകളിൽ ഓവർസിയറായും സേവനമനുഷ്ഠിച്ചു. 2006 കാസർഗോഡ് ഇലക്ട്രിക്കൽ സെക്ഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു. 2012 മുതൽ മാവുങ്കാൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി. ചോർന്നൊലിക്കുന്ന മാവുങ്കാൽ ഇലക്ട്രിക്കൽ സെക്ഷൻ കെട്ടിടത്തിന് മോചനമായത് KS ഉണ്ണികൃഷ്ണൻ നായരുടെ സേവനകാലത്താണ്. പുതിയ കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിന് അദ്ദേഹം നേതൃപരമായ പങ്കുവഹിച്ചു. ഉൾഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് അടുത്ത കാലത്തായി 8 ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ നായരുടെ ക്രിയാത്മകമായ ഇടപെടലുകളായിരുന്നു. മാവുങ്കാൽ സെക്ഷനിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഇദ്ദേഹത്തിന്റെ നേതൃപരമായ പങ്ക് എടുത്തു പറയേണ്ടതാണ്. മാവുങ്കാൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഭുവനചന്ദ്ര പ്രസാദ് ഉപഹാരം നൽകി. അദ്ദേഹം
ഞാനിവിടെ വന്ന ഒരു വർഷക്കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മലയാളികളുടെ വേഷമായ മുണ്ടും ഷർട്ടും ആണ് ഒരു സാധാരണ എയ്മാരൊക്കെ ആകുമ്പോൾ കുറേ പാൻസും ഷർട്ടും ഒക്കെയാണ് ഇടുന്നത്. അദ്ദേഹം തികച്ചും വിഭിന്നമായ പഴയ വസ്ത്രധാരണം, അദ്ദേഹം എന്ന ബോർഡ് സർവീസിൽ കയറിയപ്പോൾ ഉള്ള വസ്ത്രധാരണം തന്നെ ആയിരിക്കണം അവസാനം വരെ, സർവീസിൻ്റെ അവസാനം വരെ നിലനിർത്തിയിരുന്നത്. പിന്നെ RGGY വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു സെക്ഷനാണ് ഇവിടെ. കാസർഗോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ, കാഞ്ഞങ്ങാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഗതൻ, കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീതാറാം, വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ലക്ഷ്മണൻ, INTUC നേതാവ് മഹേഷ് കരിമ്പിൽ, AE ഇൻചാർജ് മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. വേനൽ അവധിയുടെ ആഹ്ലാദങ്ങൾക്ക് വിട. സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വിപണിയിൽ വൻ തിരക്ക്. കളിച്ചിരിയുടെ ദിനരാത്രങ്ങൾക്ക് വിട. പാടങ്ങളിൽ പന്ത് തട്ടിക്കളിച്ച ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ അവസാനിക്കുന്നു. സ്കൂളുകൾക്ക് വീണ്ടും സജീവതയുടെ ദിനങ്ങൾ. സ്കൂൾ തുറക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് തന്നെ സ്കൂൾ വിപണി ഉണർന്നു കഴിഞ്ഞു. വ്യത്യസ്തങ്ങളായ ബാഗുകളും കുടകളുമായി വിപണി വിദ്യാർത്ഥികളെ മതിപ്പിക്കുന്നു. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് ബാഗുകളും ഹാൻഡ് ബാഗും പൗച്ചൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇഷ്ടപ്പെട്ട ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കടയിൽ, ഇഷ്ടപ്പെട്ടു. അപ്പം ഹാൻഡ് ബാഗുകളും കുറേ ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പൗച്ചാണ്. വില കൂടുതലാണ്, പക്ഷേ പണ്ടത്തെ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തിനെക്കാട്ടിയും വില അതിന് തക്കവണ്ണം കൂടിയിട്ടുണ്ടെന്നേ തോന്നുന്നുള്ളൂ. ആകർഷണീയതയുടെ പുതിയ ലോകമാണ് വിപണി തുറന്നു വച്ചിട്ടുള്ളത്. പാടുന്ന കുടയും ചിരിക്കുന്ന ടിഫിനുമെല്ലാം കുട്ടികളുടെ ഫേവറേറ്റുകളാണ്. അമേരിക്കൻ ടൂറിസ്റ്റാർ, വിക്കി വൈൽഡ് ക്രാഫ്റ്റ്, സ്കൂബി ഡേ എന്നിവയാണ് ബാഗുകളിലെ കേമൻ. കുടകളിൽ ജോൺസും പോപ്പിയും തന്നെ ടോപ്പ് ഓർഡറിലുണ്ട്. എന്നാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ സൂര്യ, ദിനേശ്, ദീപം കുടകൾ മുൻപന്തിയിലാണ്. ഗുണനിലവാരത്തിനാണ് ആളുകൾ പ്രാധാന്യം നൽകുന്നതെന്ന് കാസർകോട്ടെ സിറ്റി ബാഗ് ഉടമ സാദാത്ത് പറഞ്ഞു. ഇപ്രാവശ്യം സ്കൂൾ ബാഗിന് ബ്രാൻഡഡ് ബാഗിനാണ് ട്രെൻഡ്സ് കൂടുതലുള്ള. കംപ്ലീറ്റ് ബ്രാൻഡഡ് ഐറ്റംസിൽ കസ്റ്റമറിൻ്റെ ചോയ്സ് മാറിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇപ്പോൾ റണ്ണിങ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഹെവി ക്വാളിറ്റിയിൽ അമേരിക്കൻ ടൂറിസ്റ്റുകളാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. 80 വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി. കമ്പനി 1 വർഷം വാറണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പിള്ളേരെ LKG UKG സിസ്റ്റം നോക്കുകയാണെങ്കിൽ സ്കൂബിയുടെ കൂടുതൽ വാല്യൂഡുള്ള. സ്കൂബിയുടെ കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസും കുറവാണ്, ക്വാളിറ്റി നല്ലതാണ്. ബാക്കി കാർട്ടൂണും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് സ്കൂബിയുടെ ടെക്നിക്. പുസ്തകങ്ങൾക്കും മറ്റു പഠനോപകരണങ്ങൾക്കും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വിദ്യാലയവും ഓരോ ഉദ്യാനം കൂടിയായിരിക്കണമെന്ന ആശയത്തെ അന്വർത്ഥമാക്കുമാറ് അരയിൽ തനതു പ്രവേശനോത്സവം. ശലഭങ്ങൾ പാറി നടക്കുന്ന മനോഹരമായ ഉദ്യാന നിർമ്മിതിയിലൂടെ സ്കൂൾ അന്തരീക്ഷത്തിന് പുതിയ ഭാവം നൽകി നവാഗതരെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ് കാസർഗോഡ് ജില്ലയിലെ അരയി ഗവൺമെന്റ് UP സ്കൂൾ. പോയ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അരൈ ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളുടെ പ്രവേശനത്തിന് നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുട്ടികളുടെ എണ്ണം ഇരട്ടിയോളമായി. 1 മുതൽ 7 വരെ ക്ലാസുകളിലായി 95 കുട്ടികളുണ്ടായിരുന്ന വിദ്യാലയത്തിൽ പുതുതായി ആരംഭിക്കുന്ന പ്രീ പ്രൈമറി വിഭാഗത്തിലെ 50 കുട്ടികൾ ഉൾപ്പെടെ ആകെ എണ്ണം 200ഓളമായി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ആവിഷ്കരിച്ച അരൈ ഒരുമയുടെ തിരുമധുരം പദ്ധതിയുടെ വിജയപ്രഖ്യാപനം കൂടിയാവും ഈ വർഷത്തെ പ്രവേശനോത്സവം. വിദ്യാലയാന്തരീക്ഷമാകെ ആകർഷകമാക്കിക്കൊണ്ട് ആർട്ടിസ്റ്റ് ദേവദാസ് പെരിയയുടെ നേതൃത്വത്തിൽ ചിത്രകാരന്മാരായ തമ്പാൻ പുറക്കുന്ന്, സുനിൽ മഴൂർ എന്നിവർ ഒരാഴ്ചക്കാലം വിദ്യാലയത്തിൽ ക്യാമ്പ് ചെയ്തൊരുക്കിയ ചിത്ര ഗാലറി കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ആഹ്ലാദവും പകരുന്നു. ഭാവന വികസിപ്പിക്കാൻ ഉതകുന്ന ചൈനീസ് ടാൻഗ്രാം, പഞ്ചതന്ത്രം, ഉപനിഷ്കഥകളിലെ ചിത്രശകലങ്ങൾ എന്നിവയൊക്കെ വിദ്യാലയം സന്ദർശിക്കാനെത്തുന്ന ഏവരുടെയും മനസ്സ് കവരും. പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനവും പ്രകാശൻ വെള്ളച്ചാലും അരയി പാലക്കാൽ കണ്ടൻകുട്ടിച്ചാൽ യുവാക്കളുടെ കൂട്ടായി നിർമ്മിച്ച പ്രവേശനോത്സവ കമാനവും മറ്റൊരു ആകർഷണ കേന്ദ്രമാണ്. കവുങ്ങിൻ തടിയും ഓലയും പാളയും മാത്രം ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കവാടം കാണികൾക്ക് വേറിട്ട അനുഭവമായി. അമ്പലങ്ങളും പള്ളികളും തറവാടുകളും സ്കൂൾ രക്ഷാകർതൃ സമിതിയും വികസന സമിതിയും അധ്യാപകരും മദർ PTയും വനിതാവേദിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും വികസന സമിതിയും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ആവേശമാണ് ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൽ
ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ചെറിയ ഗ്രാമപ്രദേശത്തെ കൃഷി ചെയ്ത് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മക്കളെ വിദ്യാലയത്തിൽ ചേർത്തുകൊണ്ട് വിദ്യാലയത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വിജയം കാണുകയാണ്. പാളത്തൊപ്പിയിൽ വിരിഞ്ഞ തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും പാളപ്പാത്രത്തിൽ ആലേഖനം ചെയ്ത മൺമറഞ്ഞുപോയ നാട്ടുപദാവലികളും പോയകാല സംസ്കൃതിയുടെ ഉണർത്തുപാട്ടായി. മുത്തുക്കുടകളും വർണ്ണക്കുടകളും നിർമ്മിക്കാൻ ശില്പിക്കാവശ്യമായത് വലിച്ചെറിയുന്ന പാളകൾ മാത്രമായിരുന്നു. ഓരോ വിദ്യാലയവും ഓരോ ഉദ്യാനം കൂടിയായിരിക്കണമെന്ന ആശയത്തെ അന്വർത്ഥമാക്കുമാറ് അരയിൽ തനത് പ്രവേശനോത്സവം നടക്കും. ശലഭങ്ങൾ പാറി നടക്കുന്ന മനോഹരമായ ഉദ്യാനം നിർമ്മിച്ചതിലൂടെ സ്കൂൾ അന്തരീക്ഷത്തിന് പുതിയ ഭാവം നൽകി നവാഗതരെ സ്വാഗതം ചെയ്യാനൊരുങ്ങിയാണ് കാസർഗോഡ് ജില്ലയിലെ അരൈ ഗവൺമെന്റ് യു പി സ്കൂൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിപ്പുഴ ജമാഅത്ത് ഖാസി പൈവളികെ പി.കെ. അബ്ദുൾ മുസ്ലിയാർക്ക് സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. പള്ളിപ്പുഴ ജമാഅത്ത് ഖാസിയായി തെരഞ്ഞെടുക്കപ്പെട്ട പള്ളിക്കര ജമാഅത്ത് ഖാസി പൈവളികെ പി.കെ. അബ്ദുൾ മുസ്ലിയാർക്ക് സ്വീകരണം നൽകും. 31 നടക്കുന്ന കുടുംബ സംഗമത്തിൽ വെച്ചാണ് സ്വീകരണം നൽകുക. ഇപ്പോൾ കഴിഞ്ഞ 15/5 ജനാധിപത്യ രീതിയിൽ വളരെ ബഹുഭൂരിപക്ഷത്തോടുകൂടി ഖാദിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഖാദിയാണ് പി.കെ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈവളി. അദ്ദേഹത്തിന് ഒരുക്കുന്ന സ്വീകരണ സമ്മേളനം വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത്. കോട്ടുമല ബാപ്പു മുസ്ലിയാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പി.എ. ഇബ്രാഹിം, അബ്ദുൽ ഹമീദ്, പി. അബൂബക്കർ, പി.കെ. അഷ്റഫ്, പി.കെ. അബ്ദുള്ള, പി.എച്ച്. ഹാരിസ് തൊട്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ N.P. പ്രേമരാജന് യാത്രയയപ്പ്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകൻ N.P. പ്രേമരാജൻ മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ PTA-യുടെയും സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പാൾ O.V. മോഹനൻ അധ്യക്ഷനായി. ഉഷ ടീച്ചർ ഉപഹാരം നൽകി. PTA പ്രസിഡന്റ് K. അബ്ദുൾ സത്താർ, K. സതീശൻ, K.R. ഗോപാലകൃഷ്ണൻ, C. ഗംഗാധരൻ, കോമളവല്ലി, V.P. താജുദ്ദീൻ, അബ്ദുള്ളക്കുട്ടി, T. മൊയ്തു, A. സുധ, ചന്ദ്രശേഖരൻ, ജ്യോതി ബസു തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് സമ്മേളനത്തിൽ N.P. പ്രേമരാജൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ചായം ഗവൺമെന്റ് സ്കൂൾ ആരംഭിച്ച എൻ്റെ അധ്യാപന രീതി അധ്യാപകനായി ആരംഭിക്കുകയും ഇന്ന് സ്കൂളിൻ്റെ മേധാവിയായി ഹെഡ്മാസ്റ്ററായി ഈ 33 വർഷത്തിന് ശേഷം വിരമിക്കുകയാണ്. ഇതെൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും നാളെ ഇങ്ങനത്തെ ഒരു അവസരം അവരെ കാത്തു നിൽക്കുന്നു. എന്നിരുന്നാലും ഇത്തരം ഒരവസ്ഥയെ ഫേസ് ചെയ്യാൻ മാനസികമായി ഒരു തയ്യാറെടുപ്പ് നടത്താൻ എത്ര ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് സാധ്യമാകാത്തൊരവസ്ഥയാണ്. നീണ്ട 33 വർഷം ഈ സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കാൻ ഞാൻ അശക്തനാണ്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിച്ച ബ്രാഞ്ച് മാനേജർ H.K. ദാമോദരന് യാത്രയയപ്പ് നൽകി. സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബ്രാഞ്ച് മാനേജർ H.K. ദാമോദരന് സ്റ്റാഫ് കൗൺസിലിന്റെ യാത്രയയപ്പ്. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി M. സുരേശൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് A. മോഹനൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ വളരെ ചെറിയ പരിമിതമായ സൗകര്യം ഉപയോഗിച്ച് കൊണ്ടാണ് മുമ്പ് അദ്ദേഹം ആദ്യമായി ഈ സർവീസിൽ കയറിയത്. ഇപ്പോൾ പുതിയതായിട്ട് ഈ ബാങ്കിൽ കയറിയ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. പഴയ തലമുറയിൽപ്പെട്ട ശ്രീ ദാമോദരൻ ഇന്നും 2-3 പേർ മാത്രമേ ഇതിന് റിട്ടയർ ചെയ്യാനുള്ളൂ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടതായ മുൻകാല ചരിത്രങ്ങളും ബാങ്ക് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതും അവരെ പുതിയ തലമുറയ്ക്ക് കൈമാറണം. ബാങ്ക് വൈസ് പ്രസിഡന്റ് H. വെങ്കടേഷ് നായക്, സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് ചെയർമാൻ H. നവീൻ ചന്ദ് കിണി, നസീമ തുടങ്ങിയവർ സംസാരിച്ചു. എരുതുംകടവ് ഗവൺമെന്റ് LP സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങോടെ നടന്നു. എരുതുംകടവ് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡൈനിങ് ഹാൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവയുടെയും ഗ്രാമപഞ്ചായത്ത് 23-ാം വാർഡിൽ ആരംഭിക്കുന്ന ഗ്രാമകേന്ദ്രത്തിന്റെയും ഉദ്ഘാടനമാണ് വർണ്ണാഭമായ ചടങ്ങിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന കുറെ നല്ല പദ്ധതികൾ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ മക്കാലമാഷ് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്
ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ശ്രീദേവി ടീച്ചർക്ക് യാത്രയപ്പം നൽകി. ഖദീജ മുഹമ്മദ്, മുഹമ്മദ് അഷ്റഫ്, CH മുഹമ്മദ് കുഞ്ഞി, ചായന്തടി, രവീന്ദ്രനാഥ റാവു, E അബ്ദുൽ ജലീൽ, MA മക്കാർ, ജമീല, ശ്രീലത, ബിന്ദു, ശൈലജ, ശ്രീദേവി പിള്ള, മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും സംസാരിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുല്ലുമല ശുദ്ധജല പദ്ധതി കമ്മീഷൻ ചെയ്തു. കേരള ജല അതോറിറ്റിയാണ് പണി പൂർത്തിയാക്കിയത്. പുല്ലുമല പട്ടികവർഗ സംഗീതത്തിലായിരുന്നു ഉദ്ഘാടന പരിപാടി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏതൊരു പദ്ധതിയും അതിന്റെ ഉന്നതിയിൽ എത്തണമെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെയേറെ പങ്കുണ്ട്. കാരണം ഏത് ഭരണവും, ഏത് സംസ്ഥാന തലമായിക്കോട്ടെ, കേന്ദ്ര ഭരണമായിക്കോട്ടെ, മറ്റ് തല പഞ്ചായത്ത് സംവിധാന ഭരണമായിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതിരുന്നാൽ ഏതൊരു പദ്ധതിയും പാതി വഴിയിലും അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലും ആവും. അതുകൊണ്ട് തന്നെയാണ് IAS ഉദ്യോഗസ്ഥന്മാരാണ് ഏത് ഭരണവും കുളമാക്കുന്നതും നല്ലതാക്കുന്നതെന്ന് നാം പണ്ടുപണ്ടേ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ പുതുതായി രൂപീകരിച്ച പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ 64% കോളനി കുടുംബങ്ങളുടെ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ കോർപ്പസ് ഫണ്ട് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ്. കിനാനൂർ കരിന്തുള പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ അധ്യക്ഷനായി. പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകിയ M കൃഷ്ണന് വാർഡ് അംഗം അഡ്വക്കേറ്റ് KK നാരായണൻ ഉപഹാരം നൽകി. ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M വത്സലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K അബ്ദുള്ള, K അശോക് കുമാർ, KM പ്രസന്ന, P മുഹമ്മദ് കുഞ്ഞി, K വിജയൻ കക്കാണത്ത, കുഞ്ഞികൃഷ്ണൻ, K രാധാകൃഷ്ണൻ, K രാമൻ എന്നിവർ സംസാരിച്ചു. ബാബു കോഹിനൂർ സ്വാഗതവും സജി പുല്ലുമല നന്ദിയും പറഞ്ഞു. അവധിക്കാലത്ത് കൂട്ടുകാരെല്ലാം ക്രിക്കറ്റും ഫുട്ബോളും കളിച്ച് നടക്കുമ്പോൾ കളിമണ്ണ് കുഴച്ച് ശില്പങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ചിത്രരാജ് എന്ന 6ാം ക്ലാസ്സുകാരൻ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മനസ്സിലുണ്ടായിരുന്ന രൂപങ്ങളെല്ലാം ശില്പങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ചീമേനി ചെമ്പ്രകാനത്തെ ഈ കുഞ്ഞു ശില്പി. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് ഭ്രാന്തനും പാക്കനാറും പെരുന്തച്ചനും പാണനാരും ഉൾപ്പെടെ 12 ശില്പങ്ങളാണ് ചിത്രരാജന്റെ വീട്ടുമുറ്റത്ത് കരവിരുത്തിന്റെ കമനീയതയുമായി ഒരുങ്ങി നിൽക്കുന്നത്. അവധിക്കാലം കഴിഞ്ഞ് അക്ഷരമുറ്റത്തെത്തുമ്പോൾ കൂട്ടുകാർക്ക് മുന്നിൽ ശില്പപ്രദർശനം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഈ കുഞ്ഞു കലാകാരൻ. സഹജീവി സ്നേഹത്തിന്റെ ആർദ്രത പ്രകടമാക്കുകയാണ് ചിത്രരാജന്റെ ശില്പങ്ങളിൽ ഭൂരിപക്ഷവും. ശില്പകലയിൽ ഭാരത സർക്കാരിന്റെ ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പ് നേടിയ കേരളത്തിലെ ഏക ശില്പിയുമാണ് ചിത്രരാജ്. രാജ്യത്ത് 7 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അംഗീകാരം ലഭിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ദേശീയ ശില്പകലാ മത്സരത്തിൽ ചിത്രരാജ് നിർമ്മിച്ച മത്സ്യത്തൊഴിലാളി ശില്പം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കുഞ്ഞുങ്ങളുടെ ദൈന്യത നിറഞ്ഞ മുഖങ്ങൾ, കണ്ണീർ പറ്റാത്ത മാതൃത്വം, പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നിവയെല്ലാം ചിത്രരാജന്റെ ശില്പകലയിൽ വിഷയങ്ങളായിട്ടുണ്ട്. കളിമണ്ണിൽ നിർമ്മിച്ച 100 കണക്കിന് ശില്പങ്ങൾ ഈ കൊച്ചു കലാകാരന്റെ വീടിനുള്ളിൽ കാണാം. അറിയേറ്റ 12 ശില്പങ്ങളാണ് ചെയ്തത്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് നടപ്പാലം പണിയുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചു. പി കരുണാകരൻ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലായത്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ നിരന്തര മുറവിളിയായിരുന്നു പുറത്തേക്കുള്ള നടപ്പാലം പണിയുക എന്നത്. ഇതിനായി MP 30 ലക്ഷം രൂപ അനുവദിക്കുകയും റെയിൽവേ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ചെറുവത്തൂർ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും സെന്റേജ് ചാർജായ 56,000 രൂപ റെയിൽവേക്ക് കൈമാറണമായിരുന്നു. എന്നാൽ ഈ തുക വിനിയോഗിക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതർ 1 വർഷം മുമ്പ് സർക്കാർ അനുമതി തേടിയിരുന്നു. എന്നാൽ സർക്കാർ തീരുമാനം അനിശ്ചിതമായി നീണ്ടതിനെ തുടർന്ന് പി കരുണാകരൻ MP ഇടപെടുകയായിരുന്നു. സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം ചെറുവത്തൂർ പഞ്ചായത്ത് അധികൃതർക്ക് ലഭിച്ചു. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സെന്റേജ് തുക റെയിൽവേക്ക് കൈമാറി. റെയിൽവേ അധികൃതരെത്തി വിശദമായ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കും. MP, MLA ഫണ്ട് എന്നിവ ഉപയോഗിച്ച് നടപ്പാലം പൂർത്തിയാക്കും. ഈ വർഷം അവസാനത്തോടെ നടപ്പാലം പൂർത്തിയാക്കും എന്നാണ് കണക്കാക്കുന്നത്. നടപ്പാലമില്ലാത്തത് മൂലം മഴക്കാലത്ത് ഇവിടെ അപകടങ്ങൾ പതിവാണ്. നടപ്പാലം പൂർത്തിയാകുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകും.
ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. SKSSF ക്യാമ്പസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പസ് കോൾ പരിപാടി നവ്യാനുഭൂതിയായി മാറി. മുനിസിപ്പൽ വനിതാ ഭവനിലായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളിൽ പുതിയ അവബോധം പകരുന്നതായിരുന്നു പരിപാടി. വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടി SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി ജഡിയാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് വിങ് വളരെയധികം അത്യാവശ്യമാണ് എന്ന് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. നേരത്തെ തങ്ങളും ജംഷീദുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസ് നമ്മുടെ കലാലയങ്ങൾ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. താജുദ്ദീൻ ദാരിമി പടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ദാരിമി ബദിര, ബഷീർ ദാരിമി, ജംഷാദ് അടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ക്ലാസുകൾക്ക് ഷാജു, ഷമീർ അസരി, എബി കുട്ടിയാനം, അഡ്ഗര അനീഫ് ഉദബി ദേലമ്പാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന് ജൂൺ 2 തറക്കല്ലിടും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചതാണ് ഇക്കാര്യം. കാസർഗോഡ് നഗരസഭയുടെയും റോട്ടറി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് റോട്ടറി സെന്റർ ഫോർ ക്യാൻസർ പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർമാൻ ടി അബ്ദുള്ള ശിലാസ്ഥാപനം നിർവഹിക്കും. മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള 25 സെന്റ് സ്ഥലത്താണ് സെന്റർ സ്ഥാപിക്കുന്നത്. റോട്ടറി ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന ക്യാൻസർ പാലിയേറ്റീവ് കെയർ സെന്ററിൽ പ്രാഥമിക ചികിത്സ, കൗൺസിലിംഗ്, ചികിത്സാ ഉപദേശങ്ങൾ, സൺഡേ ക്ലിനിക്, ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിവ ആദ്യഘട്ടത്തിലും ഗ്ലോബൽ ഗ്രാന്റ് ലഭിക്കുന്നതിനനുസരിച്ച് ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചികിത്സയും നടക്കും. ഒരു പ്രോജക്റ്റിൻ്റെ വിശദവിവരം നൽകുന്നതാണ് ലക്ഷ്യം. അപ്പോൾ കാസർഗോഡ് നഗരസഭ ഒരു റോട്ടറി ക്ലബ്ബ് കാസർഗോഡ് യൂണിറ്റ് കൂടി സംയുക്തമായിട്ടാണ് പരിപാടി നടത്തുന്നത്. അതിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാവശ്യമായ സ്ഥലം കാസർഗോഡ് നഗരസഭ നൽകി. ബാക്കി എല്ലാ കാര്യങ്ങളും റോട്ടറി ക്ലബ്ബിൻ്റെ നടപ്പിലാക്കി ചെയ്യുക. വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ അബ്ദുറഹ്മാൻ കുഞ്ഞുമാസ്റ്റർ, റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ MK രാധാകൃഷ്ണൻ, സെക്രട്ടറി R പ്രശാന്ത് കുമാർ, പ്രസിഡന്റ് എലക്ട് എഞ്ചിനീയർ TP യൂസഫ്, ജെയ്സൺ ജേക്കബ് തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരത്തെ കരുണ പാലിയേറ്റീവ് സൊസൈറ്റി നിർധന രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകി. ഉപഹാരങ്ങളും സമ്മാനിച്ചു. SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ചെമ്മാക്കര വാസന്തിയുടെ മകൾ MV അപർണയ്ക്കാണ് ഉപഹാരം നൽകിയത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ഡയറക്ടർ മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ വിജയമായി നീലേശ്വരത്തുകാർ അത് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാലിയേറ്റീവ് ചെയ്യാൻ പറ്റും. അതുപോലെ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു രോഗികളുടെ സ്വാതന്ത്ര്യത്തിന് പുറമെ നമ്മൾ ഇപ്പം അപർണയ്ക്ക് അവാർഡ് കൊടുക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഓർഗനൈസേഷനായി മാറുമ്പോൾ നമുക്ക് കൂടുതൽ അതിനുള്ള ഒരു കരുത്തും ആർജവും നമുക്ക് കിട്ടും. P. ഷാജിദ് അധ്യക്ഷനായി. പാലക്കി മെഡിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് സി പാലക്കി അപർണയ്ക്ക് ഉപഹാരം നൽകി. രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റ് ശാന്താഭാർഗവനും വിതരണം ചെയ്തു. അജയ് കുമാർ, C. പ്രഭാകരൻ, ലക്ഷ്മണൻ, M. മൂസ എന്നിവർ സംസാരിച്ചു. KV പ്രസാദ് സ്വാഗതവും രജീഷ് കോറോത്ത് നന്ദിയും പറഞ്ഞു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര ഘടകത്തിലെ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ ഉത്സവ ദിനാഘോഷത്തിന് തുടക്കമായി. ഭാഗവത ഏകാഹജ്ഞാനയജ്ഞം ഭക്തിയുടെ നിറവിൽ നടന്നു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര ഘടകത്തിൽ 2 ദിനങ്ങളിലായി നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ ഉത്സവ ദിനാഘോഷം തുടങ്ങി. ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത ഏകാഹജ്ഞാനയജ്ഞത്തിന് പെരികമന ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഞായറാഴ്ച പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കും. പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് ഇരവിൽ IK കേശവ തന്ത്രി കാർമ്മികത്വം വഹിക്കും. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം നടക്കും. തുടർന്ന് പ്രധാന ക്ഷേത്രത്തിലും വിവിധ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മഹാപൂജയ്ക്ക് ശേഷം അന്നദാനമുണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. CITU പ്രവർത്തകർ കളക്ടറേറ്റ് ഉപരോധിച്ചു. പെർമിറ്റ് പുതുക്കി നൽകാത്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജൂൺ 11 മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ. വേനൽ അവധിക്കാലത്തിന് വിട. ഇനി പഠനത്തിന്റെ നാളുകൾ. സ്കൂളുകൾ പ്രവേശനോത്സവത്തിന് ഒരുങ്ങി.
വൈദ്യുതി മേഖലയിൽ വികസനമെത്തിച്ച മാവുങ്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ നായർ വിരമിച്ചു. ഉണ്ണികൃഷ്ണൻ നായർക്ക് സമുചിതമായ യാത്രയയപ്പ്. അവധിക്കാലത്ത് ചിത്രരാജ് തീർത്തത് ചാരുതയാർന്ന ശില്പങ്ങൾ. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ ഉത്സവ ദിനാഘോഷം തുടങ്ങി. ഉദുമ നിയോജക മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിനായി വിഷൻ 2030 ശില്പശാല ഒരുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.